എങ്ങനെ ഒരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ എല്ലാവർക്കും ശ്രീസ് വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ കുറച്ച് തൈകൾ കൊണ്ടുവന്നിരുന്നു. മത്തന്, അതുപോലെ നമ്മുടെ വെണ്ട, വഴുതനൊക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മണ്ണ് ഒരുക്കണം ആദ്യം. അപ്പോൾ അതിലെ ഗ്രോ ബാഗൊക്കെ കൊണ്ടുവന്നിട്ട് ഇതവിടെ ഫുള്ള് സെറ്റ് ചെയ്യാണ്. ഗ്രോ ബാഗിൽ ഇലയൊക്കെ ആദ്യം നമ്മൾ ചമ്മല കരിയിലൊക്കെ നിറച്ചിട്ട് വളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ മേടിച്ചതായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് മണ്ണ് നിറച്ചതിന് ശേഷം ഇത് കുറച്ച് ദിവസം ഇങ്ങനെ വെക്കണം. അതിൻ്റെ ശേഷമാണ് യൂട്യൂബിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് തന്നെയാണ് നോക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒന്നല്ല, യൂട്യൂബിലൊക്കെ ഓരോരുത്തർ നല്ല വിളകൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതേപോലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഞങ്ങളിവിടെ ചെയ്യണത്. അപ്പോൾ മണ്ണൊക്കെ ഇവിടെ കുറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ ഞാൻ രാവിലെ, ഇതിപ്പോൾ വൈകുന്നേരം നേരത്താണ് ഇപ്പോൾ ഈ ചെയ്യണത്. വെയിലൊക്കെ ഒന്ന് അറിയതിൻ്റെ ശേഷം ചെയ്യാണ്. തൈകൾ ഇതായിരുന്നു. തൈകൾ ഇന്നലെ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് കാണാം. ഇതായിരുന്നു നമ്മൾ കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്ന തൈകളാണ് ഇതൊക്കെ. കുറേ തൈകളുണ്ട്. ഇത് മത്തനാണ്, പിന്നെ വെണ്ട, അതുപോലെ മുളക്, പിന്നെ വഴുതന. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിപ്പോൾ ചെറിയ ട്രയലായതുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണേ, പഴയ സ്പ്രേൻ്റെ ബോട്ടിൽ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചതാണ്. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ അടിച്ചു കൊടുക്കും. അപ്പോൾ ചെടിക്കൊക്കെ ഒരു ആശ്വാസമാവും. നല്ല സ്പ്രേ, ഇത് നല്ല പവറിൽ വരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ഈ കുറേ ദിവസമൊന്നും ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അത് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ട് തൈ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 3 ദിവസമായി. അപ്പോൾ അത്രയും ദിവസമൊന്നും ഇപ്പോൾ ഇങ്ങനെ വെക്കാൻ കഴിയില്ല. അപ്പോൾ അതിപ്പോൾ ചിലത് വാടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ വേഗം എടുത്തിട്ട് ഇങ്ങനെ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വേഗം ഇതേപോലെ ഇതിപ്പോൾ ചെടികളൊക്കെ വെച്ചതാണിത്. അത് ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്. വെള്ളത്തിന് കുറച്ച് ക്ഷാമം ആയതുകൊണ്ട് നന കുറഞ്ഞതാണ്. അപ്പോൾ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ബാഗ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ സെറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ മേലെ ഞാൻ കവറ് വെച്ചിട്ട് ഇങ്ങനെ മണ്ണ് ലേശം ഇട്ട് കൊടുത്തതാണ്, കവറ് പാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഇനിയിപ്പോൾ ഇതിൽ വേറെ പുല്ലും കാര്യങ്ങളൊന്നും മുളയ്ക്കൂല എന്നാണ് യൂട്യൂബിൽ അങ്ങനെ ഒരാളെ വീഡിയോ കണ്ടപ്പോൾ അതിൽ കണ്ടതാണ്. ഇങ്ങനെ പുല്ലും കാര്യങ്ങളൊന്നും മുളയ്ക്കൂല എന്നുള്ളത്. വളമൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ കരിയിലൊക്കെ നിറച്ചിട്ട് ആക്കിയതാണ്. ഇനി ഇവിടെ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് അതിൽ തൈ വരിയാവും എന്നാണ് പറയണത്. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്തു നോക്കുക എന്ന് മാത്രം. ഉണ്ടായി. അപ്പോൾ നമ്മൾ വെക്കണോർത്ത് നല്ല രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, കാറ്റും വെളിച്ചൊക്കെ തട്ടുന്ന രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉണ്ടാവും അല്ലേ? അങ്ങനല്ലേ? അപ്പൊ അതെന്താ ഇപ്പൊ ചെയ്യണത് നിങ്ങള്? ഇത് കരിയില കവറിൽ ഗ്രോ ബാഗിൽ നിറച്ചിട്ട് അതില് മണ്ണ് നിറച്ച്, എന്നിട്ട് അതില് വളങ്ങളൊക്കെ ചേർത്തിട്ട് മണ്ണ് നിറച്ച് അതില് തൈകൾ വെക്കുകയാണ്. നമുക്കിവിടെ തൈ 2 നേരം നനച്ച് കൊടുക്കും വേണം. 2 നേരം നനയ്ക്കണം. ഇതില് കല്ലൊക്കെ എടുത്ത് ഒഴിവാക്കണം. അതില് കുറെ വലിയ കല്ലുകളൊക്കെ ഉണ്ട്. ഇതേപോലെ ഓവർ വലിപ്പമുള്ള കല്ലുകളൊക്കെ നമ്മൾ കളയണം. പിന്നെ വലിയ കല്ലുകളൊക്കെ ഉണ്ട്, നമ്മൾ കളഞ്ഞിട്ട് നല്ല സെറ്റപ്പ് ആക്കണം. നല്ല മണ്ണാണ്. അപ്പം ഇനി വെള്ളം വെച്ചിട്ട് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. ഇത് വളം ഇട്ടണ ഇതില്? വളം ഇട്ടിട്ടില്ല. ആദ്യം മണ്ണൊന്ന് നനയ്ക്കട്ടെ, ശേഷം വളം ഇട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മണ്ണ് നനച്ച് നല്ല സെറ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഈ ബാഗിലേക്ക് ഇടുന്നതാണ്. ഇത് എല്ലാം നമ്മുടെ ഈ ചെടീൻ്റെ കടകളിലൊക്കെ കിട്ടുന്ന ഗ്രോ ബാഗ് തന്നെയാണ്. ഉള്ളിൽ ബ്ലാക്ക്, പുറത്ത് വൈറ്റ് കളറുള്ള. ഇത് 10 എണ്ണം 100 രൂപയ്ക്കാണ് ഇപ്പോൾ കിട്ടിയത്. പിന്നെ അതുപോലെ നമ്മൾ ഈ വളമുണ്ട്. വളത്തിന് വരുന്നത് ഇത് 1 കിലോൻ്റെ വളമാണ്. ഇതിന് ആകെ 40 രൂപ ഒക്കെ വരുന്നുള്ളൂ.
ഇത് എല്ലാ ചെടിക്കും ഉപയോഗിക്കാം. ഉപയോഗക്രമങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ, പിന്നെ അതേപോലെ നമ്മൾ പൂച്ചെടികൾക്കൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ, പൂവിടുന്ന ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പൂക്കളൊക്കെ വരുന്നതാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ റെഡി ആയാൽ അതിൻ്റെ ബാക്കി വീഡിയോകൾ അതിൽ ഇടുന്നതാണ്, നമ്മളെ യൂട്യൂബിൽ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ ചെറിയ നമ്മൾ ഇന്നലെ ഒരു തൈയിനെ അതിൻ്റെ ഇടയിൽ വെച്ചിരുന്നു, അത് കുഴപ്പമില്ല, അവിടെ തന്നെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉള്ള ചെറിയ ചെടികളൊക്കെ ഉണ്ട് ഇവിടെ മുറ്റത്ത്. ആദ്യം തന്നെ നല്ല മണ്ണ് വേണം, നല്ല ചരല് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല വൃത്തിയുള്ളൊരു മണ്ണെടുക്കുക. പിന്നിട്ട് നമ്മുടെ അതിൽ ഇങ്ങനത്തെ ഗ്രോ ബാഗിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രോ ബാഗിൽ നമ്മൾ കുറച്ച് ചമ്മല ഇലകളൊക്കെ ഇട്ടിട്ട് നിറക്കിയിടും. പിന്നെ അതിൻ്റെ ശേഷം അതിൻ്റെ മേലെ മണ്ണിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ വളമുണ്ട്, ഈ വളം മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് അതിലേക്ക് പിന്നെയും മണ്ണിട്ടിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കവർ ചെയ്തതിൻ്റെ ശേഷം പിന്നെ അത് കുറച്ച് ദിവസം മണ്ണിലൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നെ തൈകൾ ഇതിലേക്ക് വെക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് ഗ്രോ ബാഗ് സെറ്റ് ചെയ്തത്. അപ്പം വീട്ടിൽ തന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ വിളയിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ്. ടെറസിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് ഫുള്ള് മണ്ണൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ കല്ലൊക്കെ നല്ല വലിയ കല്ലുകളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് വളം മിക്സ് ചെയ്തിട്ട് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഇത് വെക്കൂല. പ്ലാസ്റ്റിക് കവർ വെക്കണില്ലേ? വെക്കണ്ടാ? പ്ലാസ്റ്റിക് കവർ വെക്കേണ്ട ആവശ്യമില്ല. പ്ലാസ്റ്റിക് കവർ വെക്കണ്ടെന്നാണ് പറഞ്ഞത് അമ്മ. അപ്പം അമ്മ പറഞ്ഞു പ്ലാസ്റ്റിക് കവർ വെക്കണ്ട, നമുക്കിത് ഇങ്ങനെ തന്നെ ആക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒന്ന് പ്ലാസ്റ്റിക് കവർ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാനും ചെയ്ത് നോക്കിയത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കവറിൻ്റെ ആവശ്യമില്ല എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ അമ്മ പറയണ പോലെ നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പേരൊക്കെ അറിയുന്നവർ താഴത്ത് കമൻറ്റ് ചെയ്യുക, ഓരോ ചെടീൻ്റെ പേര്. ധാരാടാ ഇടയിൽ ഒരുത്തം നിൽക്കുന്നു. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. നമുക്കിവിടെ മതിൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വലിയ ഭംഗി തോന്നാത്തത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സെറ്റായി. അപ്പോൾ അപ്പുറത്ത് പണി നടക്കുന്നുണ്ട് വലിയച്ഛൻ്റെ വീട്ടിൽ. പിന്നെ ഇവിടെ ചെമ്പരത്തികളുണ്ട്, പല വെറൈറ്റി ചെമ്പരത്തികളുണ്ട് ഇവിടെ. നമ്മളിവിടെ ചെടീൻ്റെ ഒരു നമ്മളെ വീടാണ് ഈ കാണുന്നത്. അവിടെ ചെയ്തിട്ട് റെഡിയാക്കിയ ബാഗുകൾ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മളിവിടെ ഒരു സൈഡിൽ ഇവിടെ വെക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ ആവശ്യത്തിനുള്ള വെയിലൊക്കെ തട്ടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടുക്കളയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് നോട്ടൊക്കെ എത്തും പെട്ടെന്ന്. അപ്പോൾ ഇവിടുന്ന് എല്ലാതും തൈകളൊക്കെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഭാഗത്തു നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ടാണ് ഞാൻ അപ്പുറത്ത് റെഡിയാക്കിയത്. ഇവിടെ കുറച്ച് വാഴകളും ഒക്കെയാണുള്ളത്. ഒരു തെങ്ങിൻ്റെ വലിപ്പമുള്ള വാഴയൊക്കെയാണ്. ഇതൊരു വാഴക്കൊല ഉണ്ട്, കാണുന്നുണ്ടോന്നാവോ, മേലെ നിന്നുള്ള വെളിച്ചത്തിൽ പെട്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. അപ്പോൾ ഇനി ബാക്കി വീഡിയോ നമ്മളെ വണ്ടി സർവീസ് കഴിഞ്ഞതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഷോർട്ടിൽ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.